ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയുള്ള പാനിപൂരി വീട്ടിൽ എങ്ങനെ സാധാരണ ചേരുവകൾ വെച്ച് നമുക്ക് റെഡിയാക്കാം എന്നൊന്ന് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കൈവച്ച് നന്നായി ഉടച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് കറിക്ക് എടുക്കുന്ന നമ്മുടെ കറുത്ത കടലയും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും, ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും, നല്ല ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈവച്ച് നന്നായി കുഴച്ച് ഈ ഫില്ലിംഗ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം പുളിവെള്ളം തയ്യാറാക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നന്നായി പിഴിഞ്ഞ് അരിച്ച് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൂടെ തന്നെ ഒരു 4 ഈത്തപ്പഴവും കുരു കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അച്ച് ശർക്കരയും. ഈ ശർക്കര ഞാനൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് കുറുകാൻ വെക്കാം. ഈത്തപ്പഴം ഗൾഫിൻ്റേതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ഉടയും. അതുകൊണ്ട് മിക്സിയിൽ അരക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പുളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും, ഒരു പിടി പുതിനയിലയും, 2 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് പുളിവെള്ളം മാറ്റി വെച്ചത് കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കേണ്ടത്. എൻ്റെ കൈവശം ഇല്ലാത്തതിനാൽ ഞാൻ സാദാ സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള പാനി കൂടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പാനിപൂരിയാണ് തയ്യാറാക്കാനുള്ളത്. അത് എങ്ങനെയെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊരിക്കാൻ ആവശ്യമായ ഓയിൽ നിങ്ങളും ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പാനിപൂരിയുടെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. റെഡിമെയ്ഡ് 35 രൂപയുടെ ഒരു പാക്കറ്റാണ് ഇതിലത്തെ ഈ പൂരി എടുത്ത് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി ഇത് നന്നായി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടിരിക്കും ഇതിൻ്റെ ഈ പൂരി. ഇങ്ങനെ ക്രിസ്പിയായി അകം പുറമൊക്കെ നന്നായി ചുവന്ന് വരുമ്പോൾ നമുക്കിത് കോരിയിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എത്ര ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണിതെന്ന് കാണിച്ചു തരാം. ഞാനിത് കൈവച്ച് നന്നായി ഒന്ന് ഉടച്ച് കാണിച്ചു തരാം. നല്ല മുരമുരാന്നുള്ള സൗണ്ട് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ക്രിസ്പിയാണ് സാധനം. ഞാൻ പൊടിച്ചിട്ട് ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഞാനിന്ന് പൊടിച്ച് നോക്കിയതാണ്. കണ്ടോ, വളരെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൂരിയാണിത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു പൂരി എടുത്ത് നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കൈ വെച്ച് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നിന്നിട്ട് നമുക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. കുറച്ച് സ്പൂണിൽ ഫില്ലിംഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറക്കുക. എന്നിട്ട് നമ്മുടെ പുളി അതും കൂടി നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്രീൻ കളറുള്ള പാനയിലേക്ക് നമുക്കൊന്ന് മുക്കാം.
ഇങ്ങനെ മുക്കിയെടുത്ത് ഇതങ്ങനെ നമ്മുടെ വായിലേക്ക് ഇട്ടാൽ എന്താ രുചി. കടയിൽ നിന്നതും വാങ്ങുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതും വേറെ ഒരു ലെവലാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ചാനൽ കാണാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.